ഈ മുണ്ടക്കൈ ദുരന്തത്തിനിരയായ ഓരോ ആളുകളെയും വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ 40 വർഷമായി അംഗൻവാടി ടീച്ചറായി പ്രവർത്തിക്കുന്ന ചേച്ചീൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ലളിത. 40 വർഷമായി ചൂരൽമല മാത്രം ഓരോ ആളുകളെയും അടുത്ത് ചൂരൽമല തന്നെയാണ്. ആദ്യം ഈ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല, നീലിക്കാപ്പ് എല്ലാം കൂടെ ഞാനൊരു അംഗൻവാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ 3 അംഗൻവാടി കൂടെ അവിടെ വന്നു. അവിടുത്തെ ഒരു സ്ഥലത്തെ ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, വന്ന് എന്താ പറയുക, അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് കാര്യങ്ങൾ ചെയ്ത് അവർ വേറെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. അവർക്കാണ് കൂടുതൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നത്. പിന്നെ മുണ്ടക്കൈ ഏരിയയിലുമാണ് പോയത്. പ്രദേശവാസി എന്നുള്ളതിലുപരി ഈ അംഗൻവാടി ടീച്ചർ എന്നുള്ളതിലൊക്കെ ഈ കുട്ടികൾ, ഓരോ കുട്ടികളെയും നേരിട്ട് അറിയുന്ന ആളുകളാണ്. അതെ, അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക, എല്ലാവരെയും നമ്മളെ ബാധിക്കുന്നവരാണല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന മുഖങ്ങളാണ് എല്ലാവരതും. അപ്പോൾ ഓരോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പറ്റിയ ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം എൻ്റെ വീടിനും ഞങ്ങൾ ഇറങ്ങി ഓടി രാത്രി. പക്ഷേ അങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ മക്കളും, അമ്മേൻ്റെ കൂടെ പഠിച്ച മക്കൾ, ഞാൻ പഠിപ്പിച്ചു വിട്ട മക്കൾ, നമ്മളെന്നും കാണുന്ന ആൾക്കാർ, അവരെല്ലാവരുമാണ് ഇന്ന് എന്താ പറയുക നമ്മളോട് വിട്ടുപിരിഞ്ഞ ആൾക്കാർ. ഈ ദുരന്ത സമയം ഓർക്കുന്നുണ്ടോ? അപ്പോൾ ദുരന്ത സമയം ഒരു 1:30 കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു ഒച്ച കേട്ട് ഉണർന്നു. തലേദിവസം ഉറങ്ങിയിരുന്നില്ല ഈ മഴ കൊണ്ട്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫോൺ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ വേഗം താഴേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഉള്ളവർ പുറകിൽ നിന്ന് വെള്ളം കയറിയിട്ട് അവർ ഓടി വരുന്നുണ്ട്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് പിന്നെ ഞാൻ വേഗം ഓടി വന്ന് ഫോൺ വിളിച്ചു. ഉറക്കത്താണോ മനുഷ്യരെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്, ബാക്കി ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് അറിയിക്കാം. അങ്ങനെ വിളിച്ചു ഞങ്ങളെ. അത് കഴിഞ്ഞ് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ ഫ്രണ്ട്സിനെ വിളിക്കുക പറഞ്ഞു. വിളിച്ചു നോക്കുമ്പോൾ ആരും എടുക്കുന്നില്ല. അങ്ങനെ മോനൊക്കെ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ടൗണിലേക്ക് ഓടി. അപ്പോൾ അങ്ങനെ ഈ ടൗണിൽ നിന്ന് കുറച്ച് പേരെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രക്ഷപ്പെടുത്താൻ കൂടിക്കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും അവൻ കണ്ടുവന്ന് എന്നോട് പറഞ്ഞു, അമ്മ അവിടെ നോക്കാനില്ല, സഹിക്കാൻ പറ്റുന്നില്ല, എവിടെ നിന്നൊക്കെയാണ് പോയതെന്ന് ആരെയും വിളിച്ച് കിട്ടുന്നുമില്ല, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമാധാനിക്ക്, ചിലപ്പോൾ ഫോണില്ലാതെ ഓടിയവരൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3-4 മണിയാകുമ്പോൾ അവൻ വിളിക്കുന്നുണ്ട്, അമ്മയെ വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ജർക്കിങ് വരികയാണ് ഈ വീട്ടിൽ. കാരണം 4 മണിയത്തെ പൊട്ട് ഭയങ്കര പൊട്ടായിരുന്നു. ഒരു സൗണ്ട് കേട്ടു. അപ്പം ഞാൻ പറയേണ്ടത് എന്താ കാറ്റടിക്കുകയാണോ, എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ കാറ്റാണോ എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കാറ്റല്ല. പിന്നെ തോന്നുന്നു എനിക്ക് പുറകുനിന്ന് മണ്ണിടിയാണോ എന്ന്. അപ്പുറത്തുനിന്ന് വരുന്ന പ്രകമ്പനാണ്. ഭൂമിക്കുള്ളിൽ എന്തോ പൊട്ടി വന്ന് നമ്മളെ കാലിൻ്റെ അടിയത്തെ മണ്ണൊടുക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവൻ അമ്മേനെ തൂക്കി ഓടി. ഞാനും ഏട്ടനും അപ്പോൾ ഓടിക്കോളി വരി മേലെ കയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടുന്നത്. ആൾക്കാരെയും വിളിച്ചോണ്ടാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുന്നത്ത് കയറി നിന്നു. ഇതുപോലെ ഒരു കുന്നുണ്ട് വീടിൻ്റെ അപ്പുറത്ത്. അപ്പോൾ അങ്ങനെ അവിടെ കയറി നിന്ന് രാവിലെ ആയപ്പോഴാണ് ഇത്രയും ഭയാനകത മനസ്സിലാവുന്നത്. പറയാൻ വാക്കുകളില്ല. 40 വർഷത്തോളമായി ചൂരൽമല ആ ഭാഗങ്ങളിലെ അംഗൻവാടി ടീച്ചറാണ്. ഓരോരുത്തരെയും അടുത്തറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള വളരെ ചെറിയ കുട്ടികളെയൊക്കെ അറിയുന്ന ആളാണ് ലളിത. ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ, അവരുടെ സങ്കടം, പ്രത്യേകിച്ച് അവരുടെ ഈ ദുരന്തത്തിൻ്റെ ഇര കൂടിയാണ്. ഇറങ്ങി ഓടിയതിനാലാണ് ഈ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്.